ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ഒക്ടോബർ 10-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ സൗത്ത് കൊറിയയും ഒക്ടോബർ 14-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ ജപ്പാനുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു. പരിക്ക് കാരണം നെയ്മർ ജൂനിയർ ഇതിൽ ഇടം നേടിയിട്ടില്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. അതേസമയം വിനീഷ്യസ് ജൂനിയർ, എഡർ മിലിറ്റാവോ, റോഡ്രിഗോ എന്നിവരൊക്കെ ഈ ടീമിൽ തിരിച്ചെത്തുകയും ചെയ്തു. ആലിസൺ, റാഫീഞ്ഞ, അലക്സാൻഡ്രോ റിബേറോ, ജാവോ പെഡ്രോ തുടങ്ങിയ പല താരങ്ങളും പരിക്ക് കാരണം പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പോസിറ്റീവുകളും നെഗറ്റീവുകളും ഉണ്ടാകും. ഇപ്പോഴിതാ ഈ സ്ക്വാഡിന്റെ കാര്യത്തിൽ ആഞ്ചലോട്ടിക്ക് ബ്രസീലിയൻ ആരാധകരിൽ നിന്ന് തന്നെ ചില വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അത്തരത്തിൽ ഈ സ്ക്വാഡിലെ നെഗറ്റീവുകളായിക്കൊണ്ട് ബ്രസീലിയൻ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. റിച്ചാർലിസനെ വിളിച്ചത് ഇപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. അതായത് നമ്പർ 9 സ്ട്രൈക്കറുടെ പൊസിഷനിലേക്ക് കാർലോ ആഞ്ചലോട്ടി ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് റിച്ചാർലിസണെയാണ്. അദ്ദേഹത്തെക്കാൾ മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങൾ ഇപ്പോൾ പുറത്താണ്. അതായത് കയോ ജോർഹെ, മാർക്കോസ് ലിയനാർഡോ എന്നിവരൊക്കെ മികച്ച ഫോമിൽ കളിക്കുന്ന സ്ട്രൈക്കർമാരാണ്. ഇവരെയൊന്നും പരിഗണിക്കാൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ വിവാദമായിട്ടുണ്ട്. റിച്ചാർലിസണിനോട് എപ്പോഴും കാർലോ ആഞ്ചലോട്ടിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങനെ ഫേവറേറ്റിസം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചില ആരാധകർ ആരോപിക്കുന്നത്. ഇനി ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. റിച്ചാർലിസൺ 2025 എന്ന കലണ്ടർ വർഷത്തിൽ 31 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 ഗോളുകളും 2 അസിസ്റ്റുകളും മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. ഓരോ 181 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിക്കുന്നത്. അതേസമയം മാർക്കോസ് ലിയനാർഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 31 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളുകളും 3 അസിസ്റ്റുകളും ഉൾപ്പെടെ 27 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഓരോ 93 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇനി കയോ ജോർഹയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 36 മത്സരങ്ങളിൽ നിന്ന് 20 ഗോളുകളും 6 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഓരോ 99 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇത്രയും മികച്ച ഫോമിൽ കളിക്കുന്ന രണ്ട് താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് റിച്ചാർലിസനെ പരിഗണിച്ചത്. അത് വല്ലാതെ വിഷമമുണ്ടാക്കുന്നു എന്നാണ് ബ്രസീലിയൻ ആരാധകരിൽ ചിലർ ആരോപിക്കുന്നത്. ഇനി റോഡ്രിഗോയെ തിരിച്ച് വിളിച്ചതും ഇപ്പോൾ പരിശീലകന്റെ ഒരു ഫേവറേറ്റിസം ആയിക്കൊണ്ടാണ് പലരും പരിഗണിക്കുന്നത്. കാരണം റയലിനകത്ത് വേണ്ടത്ര കളിസമയം റോഡ്രിഗോക്ക് ലഭിക്കുന്നില്ല, വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിക്കണമായിരുന്നോ എന്ന സംശയം പലർക്കിടയിലുമുണ്ട്. ഇനി മധ്യനിരയിലേക്ക് ജാവോ ഗോമസിനെ കൊണ്ടുവന്നതും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കൂടാതെ 3 ലെഫ്റ്റ് ബാക്കുമാരെയാണ് പരിശീലകൻ സ്ക്വാഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ആവശ്യകത എന്താണ് എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. മികച്ച ഫോമിൽ കളിക്കുന്ന മാത്യൂസ് പെരേര, വിറ്റോർ റോക്ക് എന്നിവരെ അവഗണിച്ചതിലും ഇപ്പോൾ വിമർശനങ്ങൾ പരിശീലകന് ലഭിക്കുന്നുണ്ട്. കൂട്ടിഞ്ഞോയെ ഇദ്ദേഹം തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം മികച്ച ഫോമിലാണ് കൂട്ടിഞ്ഞോ ഇപ്പോൾ ക്ലബിൽ കളിക്കുന്നത്. പക്ഷേ അത് പ്രതീക്ഷിച്ച ആരാധകർക്ക് നിരാശയാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തിരികെ വിളിച്ചിട്ടില്ല. ഇനി ബ്രസീലിൽ നിന്നും 2 താരങ്ങൾ മാത്രമാണ് ടീമിൽ ഇടം നേടിയിട്ടുള്ളത്. ഹ്യൂഗോ സൗസ, ഫാബ്രിസിയോ ബ്രൂണോ എന്നിവരാണ് ആ 2 താരങ്ങൾ. ബ്രസീലിൽ നിന്നും കൂടുതൽ താരങ്ങളെ ആഞ്ചലോട്ടിക്ക് പരിഗണിക്കാമായിരുന്നു എന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വിഷയത്തിലൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ വിമർശനങ്ങൾ ലഭിക്കുന്നത്. അതായത് ഫേവറേറ്റിസം കാണിക്കുന്നു, ഇഷ്ടപ്പെട്ട താരങ്ങളെ ടീമിനകത്ത് ഉൾപ്പെടുത്തുന്നു, അർഹിച്ചവർ പുറത്തിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരുമായി വീണ്ടും കാണാം.